നമസ്കാരം. നിയമവിധിയിലേക്ക് സ്വാഗതം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അടുത്തിടെയായി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകളിലൊന്നിതാണ്. നിയമം ഏറ്റവും ദുരുപയോഗം ചെയ്യപ്പെടുന്ന മേഖലകളിൽ ഒന്നുകൂടിയാണ്. ചില പ്രമുഖ കേസുകളിലടക്കം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആരോപണം അവർ പറയുകയുണ്ടായി. അപ്പോഴാണ് സുപ്രീം കോടതിയിലെ വളരെ ലാൻഡ്മാർക്ക് ഒരു വെർഡിക്റ്റ് വന്നു. വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി തന്നെ കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ജസ്റ്റിസ് നാഗരത്നയുടെ വിധിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്താണ് അഡ്വക്കേറ്റ് അയോണ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു? അതിനെക്കുറിച്ച് അയോണയുടെ അഡ്വക്കേറ്റ് എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള അനുഭവങ്ങൾ. നമ്മൾ വിവാഹ വാഗ്ദാനം അങ്ങനത്തെ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ എവിഡൻസുകളെ അതായത് നമ്മൾ ഇതിൽ എവിടെയെങ്കിലും റിട്ടേൺ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇത് വിവാഹ വാഗ്ദാനം മീൻസ് അത് ഏത് രീതിയിലാണ് അത് വന്നേക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. കാരണം ഇത് പീഡനം അത് പിന്നീട് റിലേറ്റഡ് ആയിട്ട് പോകുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സാർ നമ്മൾ സംസാരിക്കുന്ന പുരുഷൻ്റെ കണ്ണിലൂടെയല്ലേ. അപ്പോൾ ഒരു പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുമെന്ന വാഗ്ദാനം തുടക്കത്തിൽ തന്നെ വ്യാജമായിരുന്നു. രണ്ടാമത്തത് വിവാഹം കഴിക്കാനുള്ള യഥാർത്ഥ ഉദ്ദേശമില്ലാതെയാണ് സമ്മതം നേടിയതോ. ഇത് രണ്ടുമാണ് പ്രോസിക്യൂഷൻ ആദ്യം തൊട്ടേ ഇങ്ങനെ. ഈ സത്യസന്ധമായ ഒരു കാര്യം ചോദിച്ചാൽ അതൊരു ക്യാമറയ്ക്ക് വേണ്ടിയല്ല, യഥാർത്ഥത്തിൽ ഇതൊക്കെ തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ പറ്റൂ? വളരെ വേഗ് ഏരിയാസ് അല്ലേ, യഥാർത്ഥത്തിൽ വളരെ ഗ്രേ ഏരിയാസ് അല്ലേ? ഞാനൊരു ലീഗൽ സ്പിരിറ്റിൽ അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ബീങ് എ ലോ സ്റ്റുഡൻറ്റ് ചോദിക്കുകയാണ്, ശരിക്കും ഇതൊക്കെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയും? ആദ്യം അതായത് 2 വർഷം ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ചു, അല്ലെങ്കിൽ 1 വർഷം ഒരുമിച്ച് താമസിച്ചു. 1 വർഷത്തിന് ശേഷം അവർ അടിച്ചു പിരിയുകയാണ്. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, ആദ്യം മുതലേ എന്നോട് ഒരുമിച്ച് ജീവിക്കാൻ ഇയാൾക്ക് താല്പര്യമില്ലായിരുന്നു, ഇയാൾ എന്നെ ഇങ്ങനെ ഉപയോഗിച്ചതാണ് എന്ന് പറഞ്ഞാൽ പുരുഷന് തിരിച്ച് എന്ത് പറയാനുള്ള സ്കോപ്പുണ്ട്? സാർ അതിൽ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതുണ്ട്. ഞാനത് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മൾ മുന്നേ സംസാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. നമ്മുടെ നിയമം എഴുതി വെച്ചിരിക്കുന്നത് IPC എഴുതിയേക്കുന്ന ലോർഡ് മെക്കൗലെയാണ്. ലോർഡ് മെക്കൗലയുടെ സങ്കീർത്തനം എന്നാണ് പറയുന്നത് നമ്മൾ. അപ്പം അദ്ദേഹം അത് എഴുതി വെച്ചിരിക്കുമ്പോൾ അതിൽ നമ്മൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഇപ്പോൾ 498A ഇതൊക്കെ കൂട്ടിച്ചേർത്തിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. നമ്മളായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ബ്രിട്ടീഷുകാരെ കുറ്റം പറയുമ്പോൾ നമ്മൾ അവരുടെ നല്ല വശവും കൂടെ അതിൻ്റെ ഒപ്പം പറയണം. അവർ ചെയ്തിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട്. അവരാണ് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നാട്ടിൽ ഒരു കോഡിഫൈഡ് ലോ കൊണ്ടുവന്നത് അല്ലേ? ഇന്ന് കാണുന്ന രീതിയിൽ കോഡിഫൈഡ് ആയിട്ടുള്ള മോഡേൺ എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ വിളിക്കാൻ കഴിയുന്ന ഒരു ലോ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ഒരു വെൽ ഡ്രാഫ്റ്റും ചെയ്തു തന്നെയാണ്. ഇന്നും നമ്മുടെ ആ ലെഗസി വരുന്നത് അതിൽ നിന്നാണ്. ഇപ്പോഴും നമ്മൾ ലാറ്റിൻ ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്. പഴയ ബ്രിട്ടീഷുകാരുടെ നിയമത്തിന്റെ പാരഡൈം ആൻഡ് ഫ്രെയിംവർക്കാണ്. കുറേയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഭാരതീയ ന്യായ സംഹിത അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നെങ്കിലും ലീഗൽ ഫ്രെയിംവർക്കിന്റെ റൂട്ട്സ് കിടക്കുന്നത് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ തന്നെയാണ്. അത്യാവശ്യം വെൽ ഡ്രാഫ്റ്റഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവരുടെ ടേക്ക് അതിൽ? സാർ അതിൽ നമ്മൾ ഈ പോക്സോ കേസുകളൊക്കെ നമ്മൾ എക്സ്ട്രാ നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. മീൻസ് അതൊക്കെ റെലവൻ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ അതൊന്നും അതിൻ്റെ ഇമ്പോർട്ടൻസിന് ഇതാക്കല്ല. പക്ഷെ അതൊക്കെ കുറേയൊക്കെ ഇമോഷണലി ഇട്ടിരിക്കുന്ന ഒരു മാറ്ററാണ്. ഇപ്പം ഈ നിയമം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലിരിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ നമ്പേഴ്സാണ് ഇവർ ചെക്ക് ചെയ്യുക, എത്രയെന്നുള്ളത്. അല്ലെങ്കിൽ ഇവർക്കെതിരെ ഒരു പബ്ലിക്കായിട്ടൊരു പ്രസ്സിലൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. വെറും ഒരു ലൈനാണ്, വെറും ഒരു എഴുതിയിരിക്കുന്ന ഒരു സാധനം മാത്രമാണ്. പക്ഷെ ആക്ച്വലി ഇതിൻ്റെ ഇമ്പോർട്ടൻസും ഉണ്ട്. പക്ഷെ ഞാൻ സാറ് ചോദിക്കട്ടെ, സാറിനും ഫാമിലി ഉള്ളതാണ്. സാറിന് അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പറയാം, എനിക്കും ഫാമിലി ഉള്ളതാണ്. എനിക്കൊരു മകളുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പം ഞാനും മകളും കൂടെ ചേർന്നിട്ട് ഒബ്വിയസ്ലി ഞാനും ഹസ്ബൻഡും തമ്മിൽ പിരിഞ്ഞു. ഞാൻ എൻ്റെ മകളോട് പറയാണ്, ഹസ്ബൻഡ് ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം, യെസ് എന്ന് പറയണം. എതിരെ വന്നു മകളെ ഫാദർ കളിപ്പിക്കും, കുളിപ്പിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഒന്ന് തോണ്ടിന്ന് പറഞ്ഞ, ഒന്നും മാന്തിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്സോയിൽ കിടക്കും. ഒന്നും പറയാനില്ല. പലപ്പോഴും ഈ ഹസ്ബൻഡും വൈഫും കൂടെ അടികൂടുമ്പോൾ ഹസ്ബൻഡിനെ അകറ്റാനായി പല ഭാര്യമാരും പല സ്ത്രീകളും ഈ പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കും. ഈ അടുത്തിടയ്ക്ക് ആൺകുട്ടിയെ വെച്ചവരെങ്ങനെ കൊടുക്കുന്നൊരു പോക്സോയുടെ കാര്യം കേൾക്കുന്നുണ്ട്. ഒന്നുമില്ല, എന്തെങ്കിലും ഒരു കേസ് കിടക്കണം, അപ്പോൾ അയാൾക്കൊരു ബ്ലാക്ക് മാർക്ക് കിടക്കും. അപ്പം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്ത്രീ സഹോദരിമാർ ചെയ്യരുത്. നിങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായി, നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അനുകൂലമായി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാതാക്കൾ വളരെ ആലോചിച്ച് തന്നതാണ്. അവിടെയാണ് സുപ്രീം കോടതി ഒരിക്കൽ പറഞ്ഞത്, we were giving pro-woman laws as shields, but they are using it as swords. അവർ വാളായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഞങ്ങൾ പരിചയമായിട്ടാണ് നൽകിയത്. അപ്പോൾ അതൊരു സീരിയസ് ആയ പ്രശ്നമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ ഒരു കേസ് നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കൗണ്ടർ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും കാലം ആക്റ്റീവായി ബന്ധം ഉണ്ടായിരുന്നു എന്നും ആ ബന്ധത്തിൽ വളരെ ഹാപ്പിയായി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എവിഡൻസസ് പ്രിസർവ് ചെയ്യുക, ഫോട്ടോസ് എടുത്ത് വെക്കുക, നമ്മൾ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളത് എടുക്കുക.
കുറേയൊക്കെ നമ്മൾ ആ വഴി നമുക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഊരി പോരാൻ പറ്റുന്നല്ല, കുറേ കാലം നടന്നിട്ടുണ്ടെങ്കിലും നീതി അതിൻ്റെ എൻഡിൽ ലഭ്യമാണ്. അവിടെയാണ് സ്ലോ ആണ്, പക്ഷേ നീതി കിട്ടും. ആ നീതി കിട്ടുന്ന സമയത്തുള്ളിൽ നമ്മൾ ഒരുപാട് തകരും. അവിടെയാണ് ഞാൻ സ്ഥിരം പറയാറുള്ളത്, നിങ്ങൾക്കൊരു അനീതി നേരിട്ടെങ്കിൽ, നിങ്ങൾക്കൊരു വ്യാജ പരാതി നേരിട്ടെങ്കിൽ സധൈര്യം ഉച്ചൈസ്തരം നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഇതൊരു വ്യാജ പരാതിയാണ്, എന്നെ വേട്ടയാടുക. അങ്ങനെ പറയണ്ട എന്ന് പറയാൻ ലോകത്തിൽ ഒരു കോടതിക്കും അധികാരമില്ല, ഒരു അഡ്വക്കേറ്റിനും അധികാരമില്ല. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ എനിക്കെതിരെയുള്ള വ്യാജ പരാതിയാണ്, ഞാൻ പോരാടും എന്ന് സ്ട്രോങ് ആയി പറയണം. ഇല്ലെങ്കിൽ പലപ്പോഴും യഥാർത്ഥ ശിക്ഷ ഇത്തരം കേസുകളിൽ വരുന്നത് മാധ്യമ വിചാരണയും മാധ്യമ കല്ലറിയിലും സാമൂഹിക അപമാനവും ഒക്കെയാണ്. അപ്പം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ ഇക്കാലത്ത് ലിവ് ഇൻ റിലേഷൻഷിപ്പ്സ് കുറെ കൂടെ നോർമലാണ്. മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒരു ലിബറൽ ഫ്രെയിം വർക്കിലാണ് പോകുന്നത്. അതിന് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, പക്ഷേ കുറെ കൂടെ ഫ്രീ ആണ് ആൾക്കാർ. അപ്പോൾ ഈ കാലത്ത് ബന്ധങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ വെപ്പണൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല, എനിക്ക് നേരെ വന്ന വ്യാജ പരാതിയാണ്, എനിക്ക് ഇന്ന തെളിവുകളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു പോകണം. സാർ, ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ കയറുന്നതിന് മുന്നേ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഗ്രിമെന്റ് വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം അത്തരം കാര്യങ്ങളിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്നിപ്പോൾ. ഒരുപക്ഷെ ആ പെൺകുട്ടി പോലും ആയിരിക്കില്ല, പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പെൺകുട്ടിയുടെ മാതാപിതാക്കളായിരിക്കും ഇവർക്കെതിരെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഡോക്യുമെന്റേഷനോ ഏതെങ്കിലും ഒരു രീതിയിൽ രേഖകളോ ഒക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് യു വിൽ ബി സേഫ്. പിന്നീടൊരു കാലത്ത് നിങ്ങളെ കൊടുക്കാനുള്ള ഒരു ഉപാധിയായി അത് മാറാതിരിക്കും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ പെടുന്നത് സൂക്ഷിക്കുക. വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം പീഡിപ്പിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു കള്ളമാണ്. 90% കേസുകളും പലപ്പോഴും തെറ്റായി കൊടുക്കുന്നതുമാണ്. 10% ജെന്യൂൻ കേസുകൾ കാണാം. പക്ഷേ ഇത്തരം കാര്യങ്ങളിലെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു വെൽ ഗാർഡഡ് ആയി ഡോക്യുമെന്റഡ് ആയി നമ്മുടെ ഭാഗത്തെ ക്ലിയർ ചെയ്യണം. ഇറ്റ് മേ നോട്ട് സൗണ്ട് റൊമാൻറ്റിക്, ബട്ട് ഇറ്റ് ഈസ് റിയലിസ്റ്റിക്. ഈ പറയുന്നത് ഒട്ടും റൊമാൻറ്റിക് ആയ ഒരു കാര്യമല്ല. ഒരു പുരുഷനും സ്ത്രീയും പ്രണയിക്കുമ്പോൾ അവൾ അങ്ങനെ ചെയ്യുമ്പോൾ ഭാവിയിൽ എനിക്ക് പണി തരുമെന്ന് പറഞ്ഞ് ഡോക്യുമെന്റ് ചെയ്യാനൊന്നും പോസിബിൾ അല്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ അട്ടപ്പാടിയിൽ ഞാൻ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ട് സംസാരിച്ചത്, അവിടെ ഇരുന്നിരുന്ന ഒരു പോലീസ് ഓഫീസർ ഏറ്റവും രണ്ടാമത് ഈ റേപ്പ് കേസസ് അല്ലെങ്കിൽ സോ ഈ അലിഗേഷൻസ് ഒക്കെ വരുന്ന ഈ അവിടുന്നാണ്. മലപ്പുറം കഴിഞ്ഞാൽ അട്ടപ്പാടിയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ അവർക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റീസ് കൂടുതലുള്ളത്. അപ്പം അവർ പറയുന്നത് മീൻസ് അവരുടെ കസ്റ്റം അനുസരിച്ച് 14 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീക്കും വോളണ്ടറിലി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആകാം, അവരുടെ കസ്റ്റം. പക്ഷേ ഇവർ അങ്ങനെ ഇൻവോൾവ് ആയി കുറച്ച് കാലം കഴിഞ്ഞിട്ട് സ്ത്രീകൾ, ഞാൻ സ്ത്രീയാണ്, ഞാൻ അങ്ങനെ എനിക്ക് പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അവർ കൊടുക്കുന്ന ഒരു ഇതുണ്ട്, ഉടനെ ആരെങ്കിലും അവർക്കറിയാം പൊതുവേ ഇതിങ്ങനെ കൊടുത്താൽ ഇവർ കുടുങ്ങും എന്നുള്ളത്. അപ്പം കൊടുക്കാതെ നമ്മളൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനോട് താല്പര്യമില്ലാതെയോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ കൊടുക്കാൻ പറ്റും. ഇവണ്ടോ അവരുടെ കസ്റ്റം അതിനെ അനുവദിക്കുന്നുണ്ടെങ്കിലും ഇത് നാളെ അവർക്കെതിരെയുള്ള ഒരു റേപ്പ് അലിഗേഷനായി മാറും. അതൊക്കെയാണ്. അതുകൊണ്ട് നിർബന്ധമായി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്രിസ്ത്യൻ സമുദായങ്ങൾ ചെയ്യുന്നത് പോലെ വിവാഹപൂർവ്വ വിദ്യാഭ്യാസമോ ഒരു മാരിറ്റൽ എഡ്യൂക്കേഷനോ എന്തെങ്കിലും ഒരു ഫ്രെയിം വർക്ക് വരെ അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഓറിയന്റേഷൻ, എഡ്യൂക്കേഷനിലൊക്കെ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണെങ്കിലേ എൻ്റെ ഒരു അഭിപ്രായമാണ്. അതെ, അല്ല ഇനിയും അയാൾക്ക് അറിയാത്തൊരു കാര്യം പറയാം. മുമ്പ് UDF ഗവൺമെന്റ് ഇരുന്നപ്പോൾ, അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് മുമ്പ് ഇരുന്നപ്പോൾ, മാണി സാറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഞങ്ങൾ ഒരു വിവാഹ വിദ്യാഭ്യാസ നിയമം ഡ്രാഫ്റ്റ് ചെയ്തു. വിവാഹ വിദ്യാഭ്യാസ നിയമം കേരള യുവജന കമ്മീഷൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. അപ്പോൾ YDF യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, കല്യാണം കഴിക്കുന്നത് എന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് വേണം. അത് ഒന്നെങ്കിൽ കമ്മ്യൂണിറ്റി, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന് കൊടുക്കാം, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൊടുക്കാം, വനിതാ കമ്മീഷന് കൊടുക്കാം, യുവജന കമ്മീഷന് കൊടുക്കാം. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാവൂ. അപ്പോൾ ഒരു ഓറിയന്റേഷൻ പോലുള്ള കാര്യങ്ങൾ കിട്ടും. ഈ റിലേഷൻഷിപ്സിൽ ട്രബിൾസ് ഒരുപാട് വരും. ലോ കംസ് ലേറ്റർ, ബട്ട് അവയർനെസ്, നോളജ് കംസ് ഫസ്റ്റ്. അതുകൊണ്ട് ഇത്തരം ഓറിയന്റേഷൻ പഠനങ്ങൾ, മെൻ ആർ ഫ്രം മാസ്, വുമൺ ആർ ഫ്രം വീനസ് പോലുള്ള പുസ്തകങ്ങൾ ഇതിൽ വായിച്ച് സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ച് കുറെ കൂടെ ആഴത്തിൽ അറിയുകയാണ് ഇതിൻ്റെ യഥാർത്ഥ വഴി. താങ്ക് യു.